നമസ്കാരം. ഓരോ മാസവും ഓരോ പുതിയ പ്രതീക്ഷകളാകുന്നു. കാരണം ജീവിതത്തിലേക്ക് അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരണം എന്ന് ഏവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലർക്ക് അനുകൂലമാവുകയും ചിലർക്ക് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മേടമാസം സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും തൊടുകുറിയിലൂടെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് പറയുക. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. എന്നാൽ ഈ മേടമാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ അതിൽ ആദ്യത്തേത് ഉപ്പനാണ്, രണ്ടാമത്തേത് കാക്കയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുക്കുക. ഏവരും കണ്ണുകൾ അടച്ചു എന്നാണ് കരുതുന്നത്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ച പല കഷ്ടപ്പാടുകൾക്കും ഫലങ്ങൾ ലഭിച്ചു തുടങ്ങാവുന്ന ഒരു മാസം തന്നെയാണ് ഇത്. അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണമായ ഒരു ഫലം ഈ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കുടുംബദേവതയുടെ കടാക്ഷം, പ്രീതി നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധിച്ചില്ല എങ്കിൽ നിത്യവും വിളക്ക് തെളിയിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. ഒരുപാട് ത്യാഗങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു. എന്നാൽ താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത്ഭുതം തന്നെ തോന്നുന്നതാണ്. എന്നാൽ ഏത് സാഹചര്യത്തെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തീർച്ചയായും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഏത് ദുരിതത്തിലും ചെറുപുഞ്ചിരിയോടെ തന്നെ നിങ്ങൾ നിൽക്കും. അത് നിങ്ങളുടെ പ്രത്യേക കഴിവായി തന്നെ നിങ്ങൾക്ക് പരാമർശിക്കാം. ഏത് കാര്യവും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ ഈ മാസം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ ചില ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഈ മാസം നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കുടുംബത്തിലാണ് എങ്കിൽ പോലും ഏവരിലും സന്തോഷം നിറയുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. മനസ്സിലേക്ക് വളരെയധികം സന്തോഷം ലഭിക്കുകയും കുടുംബത്തിലെ പല അംഗങ്ങളുടെയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ആത്മബലം, ആത്മവിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ചില രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നതായ അസുഖങ്ങളാണ് എന്ന കാര്യവും ഓർക്കുക. മുൻകൂട്ടി ചിന്തിച്ചത് പ്രകാരം പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പരിധി വരെ മാത്രം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാരണം എടുത്തുചാട്ടം നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നീതി പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ
പല രീതിയിലുള്ള വേദനകളുണ്ട് എങ്കിൽ പോലും അതിന് ഉടനെ പരിഹാരം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഇതിൽ പലതും അറിയാതെ ചെയ്ത് പോയ തെറ്റുകളാണ്. ആ തെറ്റുകൾ മൂലം ദോഷഫലങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവായി പോകുന്ന സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ വന്നു ചേരുകയോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനോ സാധിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നടക്കുന്നതായ ഒരു സമയം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും തന്മൂലം നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്ന് ചേരാവുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. കഠിനാധ്വാനത്തിന് ഫലങ്ങൾ ലഭിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം എപ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം തീർച്ചയായും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ തേടി വരാവുന്ന സമയം. ഈ സമയം തീർച്ചയായും ജീവിതത്തിൽ സൗഖ്യം സമാധാനം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഒരു വാതിൽ അടയുകയാണ് എങ്കിൽ പോലും മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ സമയം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. തീർച്ചയായും നിങ്ങൾ ആത്മാർത്ഥത ഉള്ളവരാണ്. അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതാണ്. അത് ശരിയായ രീതിയിൽ ചെയ്യണം, തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരും തുടങ്ങിയ ചിന്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ കാര്യങ്ങളിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ തന്മൂലം വന്നു ചേർന്നിരിക്കുന്ന പല ദുരിതങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ഒരു മാസം തന്നെയാണ് ഇത്. കുടുംബത്തിൽ അല്പമെങ്കിലും അസ്വാരസ്യങ്ങൾ ഒഴിവായി പോകുന്ന ഒരു മാസമായി തന്നെ തീരും. തീരെ ഉണ്ടാകില്ല എന്നല്ല പറയുന്നത്, കലഹങ്ങൾ ഉണ്ടാകാം. എന്നാൽ മുൻപത്തെ അപേക്ഷിച്ച് കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടില്ല എന്ന ചിന്ത മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിൽ രക്ഷ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ മാറ്റത്തിനുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. സമ്പത്തും സമാധാനവും വീടുകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം. ത്യാഗങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നഷ്ടപ്പെട്ടതിൽ പലതും തിരികെ ലഭിക്കുവാൻ, തിരികെ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. ആരുമായും യോജിച്ച് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്ത് കാര്യവും ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആഡംബരപരമായ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളിലും പ്രശംസയും അംഗീകാരങ്ങളും തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങൾക്കും തീർപ്പും അതേപോലെ തന്നെ പല രീതിയിലുള്ള അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. പല കാര്യങ്ങൾ, പല രീതിയിലുള്ള കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സന്ദർഭത്തിൽ ലഭിക്കാത്തതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. പുറമേ സന്തോഷം കാണിക്കും എങ്കിൽ പോലും ദുഃഖങ്ങൾ ഉള്ളിലുള്ളവരാണ് നിങ്ങൾ. അതിൽ പല ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പുറമേ കാണുന്നത് പോലെയല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം. കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഏത് കാര്യത്തിലും
സ്ഥിരത വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എങ്കിൽ പോലും അത് മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. എപ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. ആ ചിന്ത നിങ്ങൾ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ്. കൂടാതെ ശാന്തരും വിശ്വസ്തരുമാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ മേന്മ വർദ്ധിപ്പിക്കുന്നതാകുന്നു. കൂടാതെ അപ്രതീക്ഷമായ ധനനേട്ടം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വലിയ അവസരം, ജീവിതം രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ അവസരം, അല്ലെങ്കിൽ വളരെയധികം ധനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു അവസരം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അനാവശ്യമായ ചെലവുകളുണ്ട്, അത് നിങ്ങൾ കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. ആരെയും അധികം വിശ്വസിച്ച്, കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഓർക്കുക. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾക്കും നഷ്ടങ്ങൾക്കും സാധ്യത കൽപ്പിക്കും എന്ന കാര്യവും ഓർക്കുക. ഉള്ളു തുറന്ന് പല കാര്യങ്ങളും സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങൾ പല കുറുക്കുവഴികളിലൂടെയും പോകുന്നവരാണ്, എന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.